meinem Kanal. ഹലോ ലോയിറ്റ്. സോ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും വേറെ സ്റ്റേറ്റ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പോവരുത്. ലൈക്ക് ഞങ്ങൾ സ്റ്റിൽ ഇവിടെ ഉണ്ട്, സാങ്കേതിക തകരാറുകൾ കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ. അതായത് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലനിൽ, അതായത് നമ്മൾ വെസ്റ്റ് സൈഡ് ഓഫ് ജർമ്മനിയിലെ ഒരു ചെറിയൊരു കാട്ടിൽ, ചെറിയൊരു കാട്, വലിയ കാടല്ല, കുറേ കാടുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൽ വൈൽഡ് വാർഡ് ഫോർസ്വിംഗിൾ എന്ന് പറഞ്ഞൊരു കാട്ടിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ 4 ദിവസം മാത്രമാണ് വൈനാക്സ് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ, അതായത് ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും അവിടെ. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒരു വേറൊരു വൈബാണ്, അഡ്വെഞ്ചറസ് ആയിരിക്കും. പിന്നെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ചില അനിമൽസിനെ കാണാൻ പറ്റും, ഡിയർ അല്ലെങ്കിൽ ഫോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഫോറസ്റ്റ് ആയതുകൊണ്ട് അത് ഉറപ്പില്ല, ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷെ പിന്നെ അത് കാട്ടിലാണുള്ളൊരു ഇതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. അത് കാടിൻ്റെ ഉള്ളിലുള്ളൊരു വൈനാക്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ നടക്കുകയാണ് നമ്മുടെ വൈനാക്ട് മാർക്കറ്റിലോട്ട്. കാടൊക്കെ കണ്ടോ നിങ്ങൾ സൈഡിൽ? നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഞങ്ങൾ കണ്ടത് ഒരു കുടിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആടിനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ സ്പോട്ട് ചെയ്തതാണ് ഈ വൈൽഡ് സ്വൈൻ, അതായത് വൈൽഡ് പിഗ്. നമ്മുടെ നാട്ടിലൊക്കെ കാണില്ലേ, കാട്ടുപന്നി, അതായിട്ട് അതിൻ്റെ കുറച്ച് കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കുറേ പേര് കിടന്നുറങ്ങായിരുന്നു. ഒരെണ്ണത്തിന് നമ്മളിങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു ആളായിരുന്നു ഇത്, ഹിർഷെ, അതായത് ഡിയർ. അപ്പം ഇത് പുള്ളി വന്നത് എൻ്റെ രജനീകാന്ത് സിനിമയിൽ നടന്നു വരുന്ന പോലെയായിരുന്നു വന്നത്. പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ബാക്കിലുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ സെറ്റപ്പായി വന്ന് അവിടെ ഇങ്ങനെ ഒരു നിപ്പായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട്. നല്ല രസമായിരുന്നു പുള്ളിയെ കാണാൻ. മെയിൻ ഹൈലൈറ്റ് ഇവരുടെ ഹോൺസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഇതാണ്, തലേന്ന് വരുന്ന കമ്പികൾ പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കമ്പികൾ. ഇതതിൻ്റെ ഒരു കൂട്ടം. ഞങ്ങൾ വന്നത് ലഞ്ച് ടൈം ആയിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര തീറ്റയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പം വേറെ ടൈപ്പ് ഓഫ് ഹിർഷെ കണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കയറി അതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളിങ്ങനെ ഒരു നൈസ് പുല്ലിങ്ങനെ വിരിച്ചിട്ടിട്ട് അവരിങ്ങനെ നിന്ന് പുല്ല് തിന്നായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കുറേ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പുഴയും പുഴയാ പിന്നെന്താ, അതൊരു ലേക്കാണ്, പുഴയൊന്നുമില്ല. ലേക്കും ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ കൂടി ഞാൻ ജീവിക്കണ കാര്യം. അങ്ങനെ കുറേ പുഴകളുണ്ടായിരുന്നു അവളുടെ. അതെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല സീനറിയാ. നമുക്ക് നല്ല സീനറിയോ, കാണാൻ നൈസായിരുന്നു. കുറേ ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. എന്നത് കണ്ടോ നിങ്ങൾ? മഷ്റൂംസ് ട്രീയിൽ നല്ല ഭംഗിയിൽ വളർന്നു വരുന്ന മഷ്റൂംസ്. ട്രീ
ട്രീസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇലയില്ലെങ്കിലും കാണാൻ കൊള്ളായിരുന്നു. മറ്റേ കോഞ്ചൂറിങ് പടത്തിലെ ഓരോ സീൻ പോലെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവളിനൊക്കെ കാണാനായിട്ട്. അവളെന്ന് പറയുമ്പോൾ വലിയതാണ് സംഭവം. അപ്പം നമ്മളിങ്ങനെ കടക്കുമ്പോൾ അവരവിടെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. സോ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? കഷ്ടപ്പെട്ട് നോക്കണമെന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എൻഡ് ഓഫ് കാർഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജുറാസിക് പാർക്കിലെ ഡോറ് തുറക്കണ പോലെ ഒരു ഡോറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളിനി ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ക്രിബ് കണ്ടു. പിന്നെ സൈഡിൽ ഇതൊരു ചെറിയൊരു ഹട്ടിൽ നമ്മുടെ എൻ്റെനെയും ഷീപ്പിനൊക്കെ ഉണ്ട്. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്കാട്ടാ. ഡക്ക അല്ലായിരുന്നു എന്ന് തോന്നുന്നു, ഒരു സ്വാനായിരുന്നു എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത്. ഷീപ്പിനെ നിങ്ങൾക്ക് സൈഡിൽ കാണാം, ഒളിച്ചിരിപ്പുണ്ട് പുള്ളി. ആൾ തിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ ബേർഡ്സിന് ഇങ്ങനെ കൂടുണ്ടാക്കി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പല ബേർഡ്സിന് പല രീതിയിലുള്ള കൂടുകൾ. പിന്നെ അങ്ങോട്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഒരാളവിടെ നല്ല അടിപൊളി വാഫിൾ ഉണ്ടാകണ്ടായിരുന്നു. ഒരു 1.5 കിലോമീറ്റർ ലൈൻ ഉള്ളതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല. പക്ഷെ ഭയങ്കര ഫേമസ് വാഫിളാണ്. പിന്നെ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ കായുന്നുണ്ടായിരുന്നു, സ്പെഷ്യൽ തീ. പിന്നെ വൈനാട്ട് മാർക്കറ്റിലുള്ള ഇങ്ങനെ ഒരു ചെറിയ ഓരോ സ്റ്റോൾസ് ഇങ്ങനെ. പിന്നെ ഒരു കുട്ടി ഇങ്ങനെ സ്വന്തമായിട്ട് ക്യാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട് കണ്ടു ഞങ്ങൾ. പിന്നെ നമ്മൾ ഒരു വാഫിൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാമ്പഗ്നോൺസ് റോസ്റ്റ് കഴിച്ചു, അതായത് മഷ്റൂം ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു സൈഡിൽ കുറേ പേര് ഞങ്ങൾ വിചാരിച്ച് മാർഷ്മെല്ലോ ആണെന്ന്, പക്ഷെ മാർഷ്മെല്ലോ അല്ല, വേറെ എന്തോ സാധനം അവരിങ്ങനെ ചുടുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തീ കനലിട്ടത് ഇങ്ങനെ സൈഡിൽ പോയി ഇരിക്കാൻ പറ്റുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളൊരു ഡ്രാഗൺ ബ്ലഡ് എന്ന് പറഞ്ഞൊരു സാധനം കുടിച്ചു. കണ്ടില്ലേ? നമുക്ക് ഫോറസ്റ്റും കാണാം, അറ്റ് ദ സെയിം ടൈം ക്രിസ്മസ് മാർക്കറ്റ് കാണാം. So we hope you all liked it. Yeah. So see you next time. Choose.